ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഒക്ടോബർ മാസം 9-ാം തീയതി ബുധനാഴ്ച ദിവസം 1200-ാം ആണ്ട് കന്നിമാസം 23-ാം തീയതി ഇന്ത്യൻ തീയതി അശ്വിന മാസം 17-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:06 നാളത്തെ തിഥി ഷഷ്ടി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:11 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 5:17 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മൂലം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:11 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 5:17 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മൂലനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മൂലനക്ഷത്രം എന്ന് പറഞ്ഞാൽ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്, മൂലനക്ഷത്ര ദിവസമാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്, മൂലനക്ഷത്രമാണ്. അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി, വിശാഖം, ചിത്തിര, മകം, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രേവതി, വിശാഖം, ചിത്തിര, മകം, പൂരം, അശ്വതി, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ കടന്നു വരുവാൻ, തേടി വരുവാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ളത് കാർത്തിക, രോഹിണി, മകയിരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കാർത്തിക, രോഹിണി, മകയിരം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് നൽകുന്ന കാര്യം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നാളത്തെ ദിവസത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നാളത്തെ ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ ബുധനാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ 10:43 വരെ ഉള്ള ശുഭസമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് 1:43 മുതൽ 4:43 വരെയുള്ള സമയത്തും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും. ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കും. ആ പ്രവർത്തിക്ക് നല്ലതായ ഫലം കിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനം ഉണ്ടാകും. മനസ്സിന് സന്തോഷം ഉണ്ടാകും. ശാരീരികവും മാനസികവുമായ സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. കുടുംബത്തിലെ അന്തരീക്ഷം മെച്ചപ്പെടും. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ കഴിയും. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഇതിനുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ ശുഭസമയം നോക്കി നാളെ ബുധനാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ 10:43 വരെയുള്ള സമയത്തും, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:43 മുതൽ 4:43 വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക. ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി ഈ അദ്ദേഹത്തിൽ പറയുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 9 ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 9 വരും. 18, 27 ഒക്കെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 9 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ പരിഹാരം പറഞ്ഞു തരുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതുപോലെ ചെയ്യുക. നാളത്തെ ദിവസം പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി പേരിൽ AIJQY ഇല്ലാത്തവർ എന്നീ അക്ഷരങ്ങളില്ലാത്തവർ നാളത്തെ ദിവസം മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. മുടങ്ങാതെ കേൾക്കുക. അത് പ്രിയപ്പെട്ടവർക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നും പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ് ടു ഡേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. നേട്ടങ്ങളായി തന്നെ കണ്ട് അതിനെ കൈവരിക്കാൻ ശ്രമിക്കുക. മോശമായ ജീവിതാനുഭവങ്ങളാണ് അല്ലെങ്കിൽ മോശ സമയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിനെ മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചാൽ വലിയ നഷ്ടമോ കഷ്ടമോ ഒന്നും വരാതെ തന്നെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നക്ഷത്രഫലം, നാളെക്കുറിച്ചുള്ള നക്ഷത്രഫലം പറഞ്ഞുതരാം. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിനാണ് നാളത്തെ ദിവസം കൂടുതൽ സ്വാധീനമുള്ളത്. എങ്കിലും ചന്ദ്രനും ബലവാനാണ്.
ബലവാനായ ചന്ദ്രനാണ് നാളെ ഉള്ളത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണെങ്കിലും ബുധൻ സൂര്യൻ്റെ കൂടെ പാപഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ചന്ദ്രൻ ധനുരാശിയിലെ ഒരു ശുഭഗ്രഹത്തെ പോലെ നിന്നുകൊണ്ട് നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നല്ല ഫലങ്ങളെ കൊടുക്കുവാൻ ശേഷിയുള്ളതായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മേടക്കൂറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് അനേക വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബലമുള്ള ചന്ദ്രനാണ് 9ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പലതരത്തിൽ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മേടക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം കൊണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്. നാളത്തെ ദിവസം മാതൃഗുണമുണ്ട്. മാതാവിനെ കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവിനെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ പിതാവിനെ കൊണ്ട് തക്കതായ വിധത്തിലുള്ള, അവർ അർഹിക്കുന്നതായ വിധത്തിലുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് തന്നെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഏറെക്കുറെ 90% നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കാർത്തിക നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാർത്തികക്കാൽ നാളുകാർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് അവർക്കുള്ളത്. അവരെ സംബന്ധിച്ച് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ട് നിൽക്കുന്ന ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് ദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും അവർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വലിയ അധ്വാനം കൂടാതെ അവർ തൊഴിലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ പോലും ഇവർക്ക് ദോഷമൊന്നും ചെയ്യാതെ നല്ല ഫലങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനേക വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അവർ മുഖേന ശത്രുതയൊന്നും ഉണ്ടാകുമോ അല്ലെങ്കിൽ അവർ മുഖേന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് തിക്താനുഭവങ്ങളോ മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളോ ശത്രുതകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുവാൻ സാധ്യതയില്ല. തൊഴിലിൽ നിന്ന് വലിയ അധ്വാനം കൂടാതെ ധനം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നവർക്ക് മോചനമുണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവർക്ക് നേരിടുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ദാമ്പത്യ ജീവിത പരാജയങ്ങളൊക്കെ അവർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ നാളത്തെ ദിവസം ബലമുള്ള ചന്ദ്രൻ അവർക്ക് ഈ പറഞ്ഞ എല്ലാ ദോഷവശങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നൊരു ദിവസമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗത്താൽ ഭാരപ്പെട്ടവർക്കൊക്കെ നാളത്തെ ദിവസം വളരെ സൗഖ്യമുണ്ടാകുന്നൊരു ദിവസമാണ്. അവർ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർത്ത് എഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ ശരീരത്തിൻ്റെ ബലവും വർദ്ധിക്കും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയൊക്കെ ബലം വർദ്ധിച്ച് അവർ നല്ല ആരോഗ്യസ്ഥിതിയിൽ, പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ എത്തിച്ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ചുമ, ശ്വാസമുട്ടൽ, വലിവ്, ദേഹത്തിന് നീര്, അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയവർക്കൊക്കെ നാളത്തെ ദിവസം വളരെ മാറ്റം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉള്ള എല്ലാ നേട്ടങ്ങളും അവരെ തേടി വരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മിഥുനക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രോഗദുഃഖ ദുരിതങ്ങളാൽ ഭാരപ്പെടേണ്ട ഒരു ദിവസമാണെങ്കിലും ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും ഇവരെ തേടി വരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രുശല്യം ഉണ്ടാകേണ്ട ഒരു ദിവസമാണെങ്കിലും ചന്ദ്രൻ അതെല്ലാം ഇല്ലാതാക്കും. പൂർണ്ണ ബലമുള്ളൊരു ചന്ദ്രനാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ ബലമില്ലാത്തൊരു ചന്ദ്രൻ നിന്നാൽ ഈ ജാതകരൊക്കെ രോഗികളായി മാറും. ശത്രുവിൻ്റെ ഉപദ്രവം മൂലം അവർ മാനസികമായും ശാരീരികമായും കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും തന്നെ നാളത്തെ ജീവിതത്തിൽ ഉണ്ടാകാതെ അവർക്ക് സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ശോഭിക്കുന്നൊരു ദിവസമാണ്. ഇപ്പോൾ നാളത്തെ ദിവസം തിക്താനുഭവങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ചിന്താഗതികളൊക്കെ മോശമായി മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബന്ധുഗുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ തന്നെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബലമുള്ള ചന്ദ്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് 5ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 10ൽ നിൽക്കുന്നു. അതൊക്കെ രാജയോഗതുല്യമായ അനുഭവങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് തൊഴിൽപരമായിട്ട് കൊടുക്കുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കാര്യവിജയം, പുത്രഗുണമൊക്കെ അനുഭവത്തിൽ വന്നിരുന്ന ദിവസമാണ്. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിഞ്ഞു പോകാനുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും അവരെ കാര്യമായി അലട്ടത്തില്ല.
അങ്ങനെ പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഒക്കെ കരകയറി മനസ്സമാധാനത്തോടു കൂടി ഒരു പുതിയ ജീവിതം നയിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും മാതൃഗുണവും ഒക്കെ അനുഭവത്തിൽ വഞ്ചിരുന്നൊരു ദിവസമാണ്. പല കാര്യങ്ങളിലും നേട്ടം വന്നു ചേരുവാൻ ഭാഗ്യം അവരെ തുണയ്ക്കുന്നൊരു ദിവസവുമാണ്. ലാഭകരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായി വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും അവർക്ക് ചില മോശമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നൊരു സമയമാണ്. അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ്, തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ അവരെ അലട്ടുന്നൊരു സമയമാണ്. നാളത്തെ ദിവസം അതിൽ നിന്ന് ഏകദേശം ഒരു മോചനം ഉണ്ടാകുമെങ്കിലും അത് പൂർണ്ണമായിട്ടും മാറണമെന്നില്ല. ആ ഒരു മോശമായ അനുഭവങ്ങൾ അവർക്ക് തുടരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നാളത്തെ ദിവസം ബലമുള്ള ചന്ദ്രനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും മാതൃഗുണവും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ നല്ല രീതിയിൽ വന്നു ചേരും. പക്ഷേങ്കിൽ തൊഴിൽ പ്രതിസന്ധിയും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ ഇവരെ അലട്ടുന്നൊരു സമയമാണ്. അത് കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു മാറ്റം വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. 7-ൽ നിൽക്കുന്ന രാഹു ദാമ്പത്യ ജീവിത സുഖക്കുറവ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് 10-ൽ നിൽക്കുന്ന ചൊവ്വായും തൊഴിൽ സംബന്ധമായുള്ള പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നു. ചിലർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നു, ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്ക് ഉള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും. വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക. ഓക്കെ, ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടേണ്ട ഒരു ദിവസമാണെങ്കിൽ നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയേറെ സമൃദ്ധിയെ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളാണ് നാളത്തെ ദിവസം വന്നു ചേരുക. അവർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ചതിയും വഞ്ചനയും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു സമയമാണെങ്കിൽ പോലും നാളത്തെ ദിവസം അതിന് ബദലായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയുണ്ട്. ചന്ദ്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രകാരമുള്ള നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള വക വന്നു ചേരുന്നൊരു ദിവസമാണ്. സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ ജീവിക്കാൻ പറ്റുന്ന, മാനസികവും ശാരീരികവും ആയിട്ടുള്ള സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമാണ്. ദാമ്പത്യ ജീവിത വിജയം സുഖകരമായിരിക്കും. അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അനുകൂലമായി വന്ന് നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷത്തെ ചന്ദ്രൻ ഒരു പരിധിവരെ ഇല്ലാതാക്കി കൊടുത്ത് നല്ല രീതിയിൽ ഈ നാളുകാരെ നാളത്തെ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വരുമോ? ഭാഗ്യാനുഭവങ്ങൾ എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ ജ്യോതിഷത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രൻ 2-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില സമയത്ത് 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ്, കുടുംബഭാവമാണെന്നൊക്കെ പറഞ്ഞാൽ ചില സമയങ്ങളിൽ അത് മാരകഭാവമായി ഭവിക്കാറുണ്ട്. അപ്പോൾ നാളെ ദിവസം വൃശ്ചികക്കൂറുകാർക്ക് എന്ത് മാരകമാണ് വന്നു ചേരാനുള്ളത് എന്ന് ചോദിച്ചാൽ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങളാണ് അവർക്ക് വന്നു ചേരേണ്ടത്. ചിലർക്കൊക്കെ നാളത്തെ ദിവസം ഈ മാരകഭാവത്തിൻ്റെ ഫലങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മത്തിൽ ബലമുള്ളൊരു ചന്ദ്രൻ നിൽക്കുന്നു. അനേക വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ നാളത്തെ ദിവസം അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം, സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യം വർദ്ധിക്കും. ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് നാളത്തെ ദിവസം ഉണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വെളുത്ത പക്ഷത്തിലെ ബലമുള്ള ചന്ദ്രനാണ് അവരുടെ ജന്മത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ശുഭാനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളാണ് അവരെ തേടി വരുവാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞുള്ള കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം അങ്ങനെയുള്ള ഇത്യാദിയുള്ള എല്ലാ നേട്ടങ്ങളും നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ചന്ദ്രൻ
പല വിധത്തിലുള്ള കഷ്ടതകളെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ബലമുള്ള ചന്ദ്രനായതുകൊണ്ട് മകരക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. ഒന്നും തിക്താനുഭവങ്ങളായിട്ട് വന്നു ചേരത്തില്ല. എങ്കിലും എവിടെയൊക്കെയോ അല്ലെ എന്തെങ്കിലും വിധത്തിലുള്ള ടെൻഷനൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷേങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ ധനപരമായ നേട്ടം, കാര്യവിജയം, തൊഴിൽ ഗുണം, അവർ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ടുള്ള ജീവിത വിജയങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അനേക വിധത്തിലുള്ള ലാഭകരമായ അനുഭവങ്ങൾ, അവർക്ക് കുടുംബസുഖം, ദാമ്പത്യ ജീവിത വിജയം, അതുപോലെ തന്നെ ആരോഗ്യം, അങ്ങനെയുള്ള ഒട്ടേറെ നേട്ടങ്ങൾ നാളത്തെ ദിവസം അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റം വന്ന് നല്ല രീതിയിലുള്ളൊരു ജീവിതാനുഭവം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം, അങ്ങനെയുള്ള അവരുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്ന എല്ലാ മേഖലകളിലും അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽ ഗുണം, ധനപരമായ നേട്ടം, തൊഴിലിൽ നിന്നുള്ള നേട്ടം, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർക്ക് ബലമുള്ള ചന്ദ്രനാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ബുധനേക്കാളും ഏറെ ഗുണം ചെയ്യുന്നത് നാളത്തെ ദിവസം ചന്ദ്രൻ തന്നെയാണ്. ചന്ദ്രനും ബുധനും ഒക്കെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ പോലും ബുധൻ അവർക്ക് ദോഷങ്ങളൊക്കെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. കാരണം മീനക്കുറുകാരെ സംബന്ധിച്ച് ബുധൻ നീച ബുധനാണ്. കാരണം ബുധൻ്റെ നീചരാശിയാണ് മീനൻ രാശി. അപ്പോൾ നാളത്തെ ദിവസം ബലമുള്ള ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മീനക്കുറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു ചേരുന്നത് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികൾ കൊണ്ടാണ്. മീനക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഗ്രഹസ്ഥിതി പ്രകാരം വളരെ മോശമായ അനുഭവമാണ് അവർക്കുള്ളതെങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് നേട്ടങ്ങൾ, അതായത് ജനിച്ച സമയത്തെ നില നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത്. നാളത്തെ ദിവസം എല്ലാവരെയും മഹാദേവൻ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.